السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم حسبنا حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ആനന്ദം മകതാരി രരുളിയ ജന്മം വിട്ട് ആഖിറയാത്ര തുടരും റബ്ബേ. ആനന്ദമയമില്ല വേറും കയ്യാൽ മൗനത്തോടെ അറുകാൽ കട്ടിലേറിപ്പോണേ. ഉമ്മനാനി നീ അങ്ങോട്ടൊരിക്കലും വരുകില്ല, ഉടിയാടാനെനിക്കാവുകില്ല. എங்கே ഇഷ്കരയുള്ള മണി നാരിനാനും തിരിയട്ടെ. ഇലഹിനി എന്നെ നോക്കിടുമോ? ഒരു പകുത്തെടുത്ത് സ്വറ്റെങ്കിൽ വീകം വെച്ച് ഓടി നടക്കുന്നുണ്ടവർ നാളെ ഓർക്കുന്നുണ്ടോ അവർക്കും എങ്കും എங்கே നാളെ മണ്ണിൻ മണ്ണായ ആനന്ദം മകതാരിരരുളിൽ ഞാൻ ജന്മം വെച്ച് ആഖിറയാത്ര തുടരും റബ്ബേ. ആനന്ദമാരുമില്ല വേറും കയ്യാൽ മൗനത്തോടെ അറുകാൽ കട്ടയിലേറിപ്പോണേ. അറുകാൽ കട്ടയിലേറിപ്പോണേ. ബഹുമാനം ആഗ്രഹം നിറഞ്ഞ ഉസ്താദുമാരെ, എങ്കിൽ പ്രിയമുള്ള നല്ലവരായ നാട്ടുകാരെ, പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരമദയാലും പരമാധിപതിയും പരമാധികാരിയും പരമകാരുണ്യകനും ജഗതിയെല്ലാവും സർവേശ്വരനുമായ പടച്ചതമ്പുരാൻ നമ്മളിൽ നിന്നും വന്നു പോയ അപാകതകളെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ അപാകതകളെയും അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ ഇഹലോക ജീവിതം അല്ലാഹു തആല സന്തോഷത്തിനും റാഹത്തിനുമാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമകമായി ദുആ ചെയ്തുകൊണ്ട് ആരാണ് ഉമ്മയുടെ വില മനസ്സിലാക്കാത്ത മക്കൾ എന്ന കാലിക പ്രസിദ്ധമായ ഒരു വിഷയത്തിന്റെ മുന്നിൽ നിങ്ങളുമായി ചർച്ച നടക്കുമ്പോ യഥാർത്ഥത്തിൽ ആരാണ് മാതാവ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയി. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു കോലായിക ഒരു മൂലത്തിൽ കുത്തിയിരിക്കുന്ന നമ്മുടെ ഉമ്മ, അതല്ലെങ്കിൽ നമ്മുടെ വാപ്പ. ഈ വാപ്പയും ഉമ്മയും സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാൻ
الوالدان بابان إلى الجنة الوالدان മാതാപിതാക്കളാകുന്നത് ബാബാനി രണ്ട് വാതിലുകളാണ് ഇലൽ ജന്ന സ്വർഗ്ഗത്തിലേക്കുള്ള വാതിലാണ്. എന്നാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അതിൽ ഒന്നാമത്തെ വാതില് മാതാവാണ്. ഒന്നാമത്തെ വാതില് മാതാവാണ്. നമ്മൾ പ്രസവിച്ച നമ്മ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഒരു മാതാവാണ് ഒന്നാമത്തെ വാതില്. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗ്ഗമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞെങ്കിലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഈ ഹദീസിന്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കാതെ പോയി. ഈ ഹദീസിന്റെ വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കാതെ പോയി. നമ്മുടെ വീട്ടിലെ ഒരാൾക്കൊക്കെ ഒരു മാതാവുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ മാർക്കൊക്കെ ഒരു മാതാവുണ്ടെങ്കിൽ ആ മാതാവിനെ ബഹുമാനിക്കേണ്ടതും ആ മാതാവിനെ ആദരിക്കേണ്ടതും ആ മാതാവിനെ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കേണ്ടതും മക്കളായ നമ്മുടെ കടമയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളായി വളർന്നതിന് ശേഷം മാതാവിനെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ, മാതാവിനെ സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ, മാതാവിനെ ദുരിതപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിടൂല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ ആരാധനായ മനുഷ്യൻ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതാണ് നബിയേ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കേണ്ടതാരോടാണ് നബിയേ എന്നങ്ങൾ പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ആ അറാബിയായ മനുഷ്യനോട് പറയാണ്, യാ മനുഷ്യ, അല്ലയോ മനുഷ്യ, നീ ആദ്യമായി പ്രിയം വെക്കേണ്ടത് നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ മാതാവിനെയാ. നിന്നെ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച നിന്റെ മാതാവിനെയാ. ആ മാതാവിനെ വേദനിപ്പിക്കല്ലേ, ആ മാതാവിനെ സങ്കടപ്പെടുത്തല്ലേ, ആ മാതാവിനെ ദുരിതപ്പെടുത്തല്ലേ. വീണ്ടും ഈ മനുഷ്യൻ ചോദിക്കാണ്, പിന്നെ ആരോടാ നബിയേ? അപ്പയും പറഞ്ഞത് ഉമ്മക്കാനിന്റെ ഉമ്മയോടാണ്, അപ്പയും പറഞ്ഞത് ഉമ്മക്കാനിന്റെ മാതാവിനോടാണ്. 3 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ചപ്പോ 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മക്കാനിന്റെ ഉമ്മയോടാണ്. 4ാമതാണ് വാപ്പയോട് എന്ന് പറഞ്ഞത്. 4ാമതായ വാപ്പയോട് എന്ന് പറഞ്ഞപ്പോ ആ 3 സ്ഥാനം ഉമ്മയ്ക്ക് നൽകാനുള്ള കാരണം എന്തെന്ന് നമ്മൾ ചോദിച്ചാൽ, 10 മാസം ഗർഭം ചുമന്നത് ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, ഫലം കൊടുത്ത് വളർത്തലും അവരാണ്. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. പ്രിയമുള്ള സഹോദര, ഗർഭം ചുമന്ന് 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച മരണതുല്യമുള്ള വേദന കഴിച്ച് പ്രസവിക്കൽ ഉമ്മയാ. 3 മാസം 2.5 മാസം പാല് കൊടുത്ത് വളർത്തുന്നത് ഉമ്മയാണ്. അതുകൊണ്ടാണ് റസൂല് 3 സ്ഥാനം മാതാവിന് നൽകാനുള്ള കാരണം. എന്റെ പ്രിയമുള്ള മുഅ്മിനെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വാർദ്ധക്യമെത്തിയ പറഞ്ഞില്ലേ, ഇമ്മായ പിറകുന്ന ഇങ്ങനത്തെ فلا تقل لهما أف إما يبلغن عندك الكبر أحدهما فلا تقل لهما أف. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഛേ എന്ന വാക്ക് മാത്രമല്ല,
എന്ന വാക്ക് മാത്രമല്ല, വാർദ്ധക്യമെത്തിയ മാതാവിന്റെ വീട്ടിലില്ലെങ്കില് അവളോട് കയർക്ക് സംസാരിക്കരുത് എന്നും കൂടെ ആ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും. ഇതിന്റെ വിശദീകരണം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടും. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു വാർദ്ധക്യമെത്തിയ മാതാവോ ഒരു പിതാവോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കില് അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ആ ഖുർആൻ പറയുന്നത് അവർക്ക് കൊടുക്കേണ്ട പരിഗണന, അവർക്ക് കൊടുക്കേണ്ട ആദരവ്, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം, ആ ബഹുമാനവും ആദരവും പരിഗണനയും നിങ്ങൾ കൊടുക്കണം. അതൊരു പക്ഷേ നിങ്ങൾ മുൻമല്ലേ ആവട്ടെ, ഉസ്താദാവട്ടെ, ഖതീബാവട്ടെ, മുദർരിസാവട്ടെ, മൗലവിയാവട്ടെ, ആരാവട്ടെ, ഉമ്മയുടെ മുമ്പിൽ നമ്മൾ മകനാണ്. ഉമ്മയുടെ മുമ്പിൽ നമ്മൾ മകനാണ്. ആ ഉമ്മക്ക് നീ എത്ര വളർന്നാലും നിന്റെ കുഞ്ഞുമോനാണ്. ആ ഉമ്മയുടെ കുഞ്ഞുമോനാണ് നീ. ആ ഉമ്മയുടെ കുഞ്ഞുമോനാകുമ്പോ അവന്റെ മകന്റെ കളിയെ കളിക്കാൻ പറ്റുള്ളൂ. അവിടെ മുദർരിസിന്റെ കളി കളിക്കാൻ പറ്റൂല, അവിടെ മന്ത്രിയുടെ കളി കളിക്കാൻ പറ്റൂല, അവിടെ MLA-യുടെ കളി കളിക്കാൻ പറ്റൂല, അവിടെ ഡോക്ടറുടെ കളി കളിക്കാൻ പറ്റൂല. നീ വളർന്ന് വലുതായാലും എത്ര വലുതായാലും നിന്റെ ഉമ്മാക്ക് നീ ചെറിയ കുട്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഹജ്ജിനെ പോയ ഒരു ചരിത്രമുണ്ട്. ഉമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യന് ഹജ്ജിന് പോയപ്പോ ആ ചെറുപ്പക്കാരനായ മനുഷ്യന് സംഭവിച്ച ഒരു ചരിത്രം അത് ഞാനിവിടെ പറയാം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കേവലം 20-22 വയസ്സ് പ്രായമുള്ള ഫളലുൽ ആബിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു ലോകത്തെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഫളലുൽ ആബിദ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. ഒരു ദിവസം തന്റെ കൂട്ടുകാരെ പറയുകയാണ്, ഫളലെ, ഞങ്ങള് പരിശുദ്ധമാർമ്മത്തെ കാഴ്ച ചെയ്യാമെന്ന് നാളെ കഅബയിലേക്ക് പുറപ്പെടാണ്, നാളെ മദീനയിലേക്ക് ഹജ്ജിന് വേഗം പുറപ്പെടാണ്, നാളെ മക്കയിലേക്ക് ഹജ്ജിന് വേഗം പുറപ്പെടാണ്. നീ വരുന്നോ ഫളലെ? ഈ സമയത്ത് ഫളലുൽ ആബിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരോട് പറയുകയാണ്, അല്ലയോ കൂട്ടുകാരെ, ഞാൻ എന്റെ ഉമ്മയോട് സമ്മതം ചോദിച്ചിട്ട് വരാം. ഈ സമയത്ത് ഫളൽ എന്ന ചെറുപ്പക്കാരൻ ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ഉമ്മയോട് പറയാണ്, ഉമ്മ, നാളെ എന്റെ കൂട്ടുകാരെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോട്ടെ ഉമ്മ, ഞാനും പോട്ടെ. വലിയ പുണ്യമുള്ള ഹജ്ജ് കർമ്മമല്ലേ ഹജ്ജ്, അൽ ഹജ്ജ് അൽ അർഫ, വളരെ പുണ്യമുള്ള കാര്യമാണ് ഹജ്ജ്. അതുകൊണ്ട് ആ പുണ്യമുള്ള കാര്യം ചെയ്യാൻ എന്റെ കൂട്ടുകാരോടൊപ്പം ഞാനും പോട്ടെ ഉമ്മ എന്ന് ചോദിച്ചപ്പോ ഈ ഉമ്മ ഫളലുൽ ആബിദിന്റെ മുഖത്ത് നോക്കി, തന്റെ മോന്റെ മുഖത്ത് നോക്കി പറയാൻ, എന്റെ മോനെ, എനിക്കാരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, മോനായിട്ട് നീ മാത്രമേ ഉള്ളൂ എന്ന് ഈ ഉമ്മയോട് ഫളലുൽ ആബിദിനോട് പറഞ്ഞപ്പോ, ആ ഒരു സംഭവം തന്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോ തന്റെ കൂട്ടുകാര് ഫളലുൽ ആബിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കളിയാക്കാൻ, നല്ലൊരു കാര്യത്തിന് പോലും എന്റെ ഉമ്മ നിന്നെ വിടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയപ്പോ ഈ ഫളലുൽ ആബിദിന് വല്ലാതെ നൊന്തുപോയി, മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി, മനസ്സ് വല്ലാതെ നമ്പരപ്പെട്ടുപോയി, മനസ്സ് വല്ലാതെ വേവലാതിപ്പെട്ടുപോയി. ഈ മകനെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് തന്റെ മാതാവിന്റെ സമ്മതമില്ലാതെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്റെ ഉമ്മ തന്റെ മാടി വിളിക്കുന്നുണ്ട്, മോനെ ഫളലെ, നീ പോവരുത്, നീ എന്റെ സമ്മതമില്ലാതെ പോവരുത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതൊന്നും ചെവി കൊള്ളാതെ ഫളൽ എന്ന ചെറുപ്പക്കാരൻ പുറപ്പെടുന്ന സമയത്ത് അവിടെ എത്തിയപ്പോഴേക്ക് തന്റെ കൂട്ടുകാർ പോയിട്ടുണ്ട്. തന്റെ കൂട്ടുകാർ കപ്പല് വന്നപ്പോ കപ്പലിൽ കയറി തന്റെ കൂട്ടുകാരെ എത്തിയിട്ടുണ്ട്. ഈ ഫളലുൽ ആബിദിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഫളലുൽ ആബിദ് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറാൻ, ഫളലുൽ ആബിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിലേക്ക് കയറിയപ്പോ അവനെ ഒരു കള്ളം വന്നുകൊണ്ട് ആ പള്ളിയിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ, വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുമ്പോ
ഫളുലാബിക ഉളോടിത്തുകൊണ്ട് ധിക്കരിക്കാൻ വേണ്ടി കടന്നു വന്നു. കെട്ടുപീഠത്തിലേറാമെന്ന് കെട്ടിയ സമയത്ത് ഈ കള്ളനെ ഓടിപ്പോയി. ഈ കള്ളനെ കാണാനില്ല. ഈ കള്ളനെ പരിസരത്തൊന്നും കാണാനില്ല. ഈ സമയത്ത് പള്ളിയുടെ കമ്മിറ്റിക്കാരി പള്ളിയിലേക്ക് കടന്നു വരാൻ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഫളിലാണ് കള്ളനെന്ന് കരുതി തെറ്റിദ്ധരിച്ചുകൊണ്ട് ഫളിലാണ് എന്ന് കള്ളനാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചുകൊണ്ട് ഫളിലിന്റെ കണ്ണങ്ങ് ചൊയ്ന്നെടുക്കാൻ ഫളിലിന്റെ രണ്ട് കൈകളും വെട്ടിമാറ്റാൻ ഫളിലിന്റെ രണ്ട് കൈകളും വെട്ടിമാറ്റുമ്പോ ഈ ഫളിൽ കരഞ്ഞുകൊണ്ട് പറയാൻ എന്നെങ്കിലും എന്റെ ഉമ്മാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, എന്നെ ഒന്ന് എന്റെ ഉമ്മാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോ ഈ പള്ളി കമ്മിറ്റിക്കാരൻ എന്റെ ഉമ്മയുടെ അരികില് ഈ ഫളിൽ എന്ന ചെറുപ്പക്കാരനെ കൊണ്ടുവയ്ക്കാൻ എന്നിട്ട് ഉമ്മയോട് ചോദിക്കാൻ ഈ കമ്മിറ്റിക്കാര് ചോദിക്കാൻ ഉമ്മ ഈ മോനെ പരിചയമുണ്ടോ ഉമ്മ? ഈ ഉമ്മ പറയാനില്ല, എനിക്ക് ഈ മകനെ അറിയൂല. ഈ സമയത്ത് പൊട്ടിക്കറിഞ്ഞതിന്റെ ഫളിൽ പറയാണ് ഉമ്മ ഇത് നിങ്ങളെ പൊന്നാര മോനെ ഫളിലാണ് ഉമ്മ. നിങ്ങള് പറഞ്ഞത് കേൾക്കാതെ വന്നതിന്റെ നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ പോയതിന്റെ ശിക്ഷ എനിക്ക് പടച്ചറപ്പ് തന്നതാ. എന്റെ പ്രിയമുള്ള മുസ്ലിങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവുന്നത് വെറുതെ വിടൂല. നിങ്ങൾ തലമുറ വരെ നശിച്ചു പോകുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന മക്കള് ആ മക്കളിൽ നീ അനുഭവിച്ചിട്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോകുകയും ഈ ദുനിയാവ് ഒരുപാട് ശിക്ഷകളുണ്ട്. ദുനിയാവിൽ നിന്ന് എന്നെ അനുഭവിക്കുന്ന ഒരുപാട് ശിക്ഷ, അതിൽ നിന്ന് അകൽപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളെ പൊരുത്തക്കേട് വേങ്ങാനുള്ളത്, മാതാപിതാക്കളെ വെറുപ്പ് സമ്പാദിക്കാന്നുള്ളത്. എന്റെ പ്രിയമുള്ള മുസ്ലിങ്ങളെ, മാതാപിതാക്കളെ വെറുപ്പ് സമ്പാദിക്കാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരോട് ചെയ്യുന്ന വാക്കുപോലെ പറയരുതെന്ന് പറഞ്ഞാൽ മറ്റുള്ള വാക്കുകളൊക്കെ പറയാമെന്നാണ്. ഉമ്മ ഇങ്ങോട്ട് വാടി, ഉമ്മ അങ്ങോട്ട് പോ, ഉമ്മ ഇങ്ങോട്ട് വാ എന്ന് പറയണമെന്നാണ് അല്ലാഹു ഖുർആൻ പറഞ്ഞത്. ഒരിക്കലുമല്ല. വാർദ്ധക്യമിക്കിയ മാതാവോ പിതാവോ വീട്ടിലില്ലെങ്കില് അവരുടെ കാഷ്ടം നീ വൃത്തിയാക്കുമ്പോ, അവരുടെ മൂത്രം നീ വൃത്തിയാക്കുമ്പോ മൂക്ക് പൊട്ടല്ലേ. അവരുടെ കാഷ്ടം നീ വാരുമ്പോ, അവരുടെ കാഷ്ടം നീ വാർദ്ധക്യമിക്കിയ മാതാപിതാക്കളുടെ കാഷ്ടം നീ വാരുമ്പോ നിന്റെ മൂക്ക് പൊട്ടല്ലേ. കാരണം എന്തെന്ന് ചോദിച്ചാൽ നിന്റെ ഉമ്മ വന്നവരെ നിന്റെ കാഷ്ടം വാരിയപ്പോ, നീ മൂത്രമൊഴിച്ചപ്പോ, നീ നിന്റെ ഉമ്മാന്റെ മടിയിൽ കാഷ്ടിച്ചപ്പോ, നീ മൂത്രമൊഴിച്ചപ്പോ നിന്റെ ഉമ്മ ഇന്നവരെ മൂക്ക് പൊത്തിയിട്ടില്ല. നിന്റെ ഉമ്മ ഇന്നവരെ വെറുപ്പ് കാണിച്ചിട്ടില്ല. നിന്റെ ഉമ്മ ഇന്നവരെ സങ്കടപ്പെട്ടിട്ടില്ല. നിന്റെ മാതാവ് നിന്റെ പിതാവിന്നവനെ സങ്കടപ്പെട്ടിട്ടില്ല. അവന് രണ്ടുപേരും കിടക്കുന്ന ബെഡ്റൂമില് തൊട്ടിലിൽ നീ കിടക്കുമ്പോ, പാതിരാവിന്റെ മണിയണയിൽ നീ അങ്ങ് കരയുമ്പോ മാറോട് അടിച്ച് പിടിച്ചുകൊണ്ട്, മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്റെ പിന്നിന് നോക്കുന്നു, തൊട്ട് നോക്കിയിട്ടില്ല. നിന്റെ മുമ്പ് ഭാഗത്ത് മുന്നിൽ നിപ്പ് തൊട്ട് നോക്കിയിട്ടില്ല. പാത്രമൊന്ന് എടുത്ത് മാറ്റി മണക്കിട്ട് വയ്യ എന്ന് ഇന്നുവരെ ഒരു പിതാവും പറഞ്ഞിട്ടില്ല. ഇന്നുവരെ ഒരു പിതാവും പറഞ്ഞിട്ടില്ല.
ആദരവായ നബിയുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മാതാവിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, പിന്നെ എത്ര നോമ്പ് നോച്ചിട്ടും കാര്യമില്ല. മാതാപിതാക്കളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളെ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്ന് ആദരവായ നബിയുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അവന്റെ അമല് നീ ചെയ്യുക, നിന്റെ അമല് നീ ചെയ്യുക, നിന്റെ നിസ്കാരം നീ ചെയ്യുക, നിന്റെ നോമ്പ് നീ കൊടുക്ക, നിന്റെ സ്വതക്ക നീ കൊടുക്ക, നിന്റെ സക്കാത്ത് നീ ചെയ്യുക, നിന്റെ ഹജ്ജ് ഇതൊക്കെ നാളെ അല്ലാഹു തആല പരലോകത്ത് മാതാപിതാക്കളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്ന് ആദരവായ നബിയുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഉമ്മയുടെയും ബാപ്പയുടെയും വില നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം അവന് ചെറുതല്ല, അവന് നമ്മൾ വില കൊടുച്ച് കാണാൻ പാടില്ല. വാർദ്ധക്യമെത്തിയ നിന്റെ മാതാപിതാക്കളെ നമ്മൾ വില കൊടുച്ച് കാണാൻ പാടില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരെ വില കൊടുച്ച് കാണരുത്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് കാലഘട്ടത്തിൽ ഏറ്റവും സുലഭമായ ഒന്നാണ് വൃദ്ധസദനം എന്നുള്ളത്. ഞാനൊരു സംഭവം പറഞ്ഞു തരാം. ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ഒരു ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ആശുപത്രിയിൽ പെട്ടുപോവാൻ ഒരു ഉമ്മയെ സ്വന്തം ഭാര്യയുടെ വർത്താനം കേട്ടിട്ട്, സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഒരു അവന്റെ ഉമ്മയെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടു തള്ളിയ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത്. ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. ഏതോ ഒരു നാട്ടിൽ സംഭവിച്ച കാര്യം ഉള്ള കാര്യം ഇല്ലാത്തതല്ല. ഈ ചെറുപ്പക്കാരൻ ഈ ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയും ഈ ചെറുപ്പക്കാരനെ വലിയ അപകടം പറ്റുകയും ചെയ്തത് സത്യമാണ്. എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉമ്മയുടെ പവറെ നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മയെ വേദനിപ്പിക്കാൻ പാടില്ല. ഉമ്മയെ മാത്രമല്ല, മാതാപിതാക്കളെ സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണെന്ന് ആദരവായ നബിയുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോ ഉമ്മയുടെ വില എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടോ, ഉമ്മയുടെ പൊരുത്തം നീ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ ആഖിറ ലോകത്തും ഈ ദുനിയാവിലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മാതാവിന്റെ മുഖത്ത് നമ്മൾ ചവിട്ടിയാൽ, നിന്റെ ഉമ്മയുടെ മുഖത്ത് നീ ചവിട്ടിയാൽ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് നിന്റെ ഉമ്മയുടെ മുഖത്തെങ്ങാനും നീ ചവിട്ടിയാൽ, നിന്നെ 10 മാസം ഗർഭം വന്ന പള്ളയിലെങ്ങാനും നീ ചവിട്ടിയാൽ, നിന്റെ ഉമ്മ വാക്ക് തൊള്ള കൊണ്ട് പറയണമെന്നില്ല, നിന്റെ ഉമ്മ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി. എന്റെ മോനെ, നിന്നെ 10 മാസം ഗർഭം ചുമന്ന ഈ വഴക്കിലേക്ക് നീ ചവിട്ടാൻ മാത്രം ആയോയോളോ വാക്ക് കൊണ്ട് തൊള്ള കൊണ്ട് പറയണമെന്നില്ല. ആ വാക്ക് മനസ്സിലങ്ങ് വിചാരിച്ചാൽ മാത്രം മതി. നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നതാണ്. ഇത് ഞാനല്ല പറയുന്നത്, ആദരവായ നബിയുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മാതാവിന്റെ വിലയും പിതാവിന്റെ വിലയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് കൊടുക്കേണ്ട വില, അവർക്ക് കൊടുക്കേണ്ട ആദരവ്, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. വാർദ്ധക്യമെത്തിയാൽ അവരെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളാൻ പാടില്ല. വാർദ്ധക്യമെത്തിയാൽ അവരെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അവരെ നമ്മളെ വീട്ടില് ഇരുത്തിയിട്ട് നമ്മളോട് കൂടെ ഇരുത്തിയിട്ട് നമ്മൾ നോക്കണം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മാതാവിനെ നോക്കിയാലുള്ള പ്രതിഫലം എന്താ, പിതാവിനെ നോക്കിയാലുള്ള പ്രതിഫലം എന്താ, വാർദ്ധക്യമെത്തിയ മാതാപിതാക്കളെ നോക്കിയാലുള്ള പ്രതിഫലം അങ്ങേയറ്റമാണ്. നാളെ നിന്റെ ആഖിറ ലോകവും പരലോകവും ദുനിയാവും രക്ഷപ്പെടാൻ ആ ഒരൊറ്റ കാര്യം മാത്രം മതി, ആ ഒരൊറ്റ സംഭവം മാത്രം മതി. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു ഉമ്മയുടെ പ്രാർത്ഥന മതി നമ്മളെ ഈ ലോകവും രക്ഷപ്പെടാൻ.
നമ്മളെവിടെ നിങ്ങൾ കച്ചവടത്തിന് പോകുന്ന സമയത്ത്, നിങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിന് പോകുന്ന സമയത്ത് ആ പോയി വന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിന്റെ ഉമ്മയുടെ കയ്യിലെ ചാവി കൊടുക്ക്. നിന്റെ ഉമ്മയുടെ കയ്യിലെ ചാവി കൊടുത്തിട്ട് നീ കച്ചവടത്തിന് പോകുന്ന സമയത്ത് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങിയിട്ട് ഉമ്മ ദ്വാരക്കണമെന്ന് പറഞ്ഞാൽ ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുന്നതാണ്. ഇത് പഠിപ്പിച്ചത് മഹാന്മാരായ ആളുകളാണ്. ഞാനല്ല പറഞ്ഞത്, മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചതാണ്. ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കാൻ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മാതാവിന്റെയും പിതാവിന്റെയും വില മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ യഥാർത്ഥ പൊരുത്തം അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത്രയ്ക്ക് ഭയാനകമാണ് മാതാപിതാക്കളെ വെറുപ്പിക്കാനുള്ളത്. മാതാപിതാക്കളെ വെറുപ്പ് സമ്മതിച്ചു കഴിഞ്ഞാൽ നിന്റെ ദുനിയാവും നഷ്ടപ്പെടും, നിന്റെ ആഖിറവും നഷ്ടപ്പെടും, നിന്റെ തലമുറ വരെ നഷ്ടപ്പെടുമെന്നാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല അതിനുള്ള ശിക്ഷ നൽകുമെന്നാണ്. നീ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നീ എത്ര നോമ്പ് നോക്കിയിട്ടും കാര്യമില്ല, നീ എത്ര സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല, പള്ളിയിലേക്ക് സംഭാവന ചെയ്തിട്ടും കാര്യമില്ല, പള്ളി കമ്മിറ്റിക്കാരനായിട്ടും കാര്യമില്ല. നിന്റെ മാതാവിന്റെ വെറുപ്പ് സമ്പാദിച്ചാൽ ഒന്നും ഒരു കാര്യമില്ല. മോനെ, ഒന്നും ഒരു കാര്യമില്ല. ചെറുപ്പക്കാരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിന്റെ മാതാവിനോട് എത്ര ചെറുപ്പക്കാരാണ് മാതാവിനോട് കയർത്ത് സംസാരിക്കുന്നത്? മാതാവിനോട് കയർത്ത് സംസാരിക്കുന്ന എത്ര ചെറുപ്പക്കാരാണ്? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളെ സ്വർഗ്ഗത്തിലേക്കുള്ള വാതിലുകളാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതാണ്. ഇവിടെ നമ്മുടെ മാതാപിതാക്കളെ വില നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ വില മനസ്സിലാക്കാതെ പോയാൽ അതിന് നമ്മൾ അനുഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, മാതാവ് പിതാവ് എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തിയെടുത്തത്. നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പിതാവ് ജോലിക്ക് പോയി തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് നിന്നെ പോറ്റി വളർത്തിയത് നീ എങ്ങാനും വലുതായാൽ എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയിലാണ്. നീ വലുതായി ഞാൻ വാർദ്ധക്യമെത്തുന്ന സമയത്ത് ഓരോ വാപ്പയും ഓരോ വാപ്പമാരും ചിന്തിക്കുന്നത്, ഓരോ മക്കളെ കുറിച്ചും ചിന്തിക്കുന്നത്, ഞാൻ വാർദ്ധക്യമെത്തുന്ന സമയത്ത് എന്റെ പൊന്നുമാൻ എന്നെ പൊന്നു പോലെ നോക്കുമെന്നാണ്. എന്റെ പൊന്നുമാൻ എന്നെ പൊന്നു പോലെ നോക്കും. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ കല്യാണം കഴിച്ച് നീ നിന്റേതായ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ, നീ നിന്റേതായ ഒരു പക്വതയിൽ എത്തിക്കഴിഞ്ഞാൽ നിന്റെ മാതാപിതാക്കളെ വേണ്ടെന്ന് വെക്കുന്ന എത്ര ചെറുപ്പക്കാരാണ്? മാതാപിതാക്കളെ വേണ്ടെന്ന് വെക്കുന്ന എത്ര ചെറുപ്പക്കാരാണ്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കളെ ചില്ലറക്കാരില്ല. അവരുടെ വിലയും അവരുടെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ വെറുപ്പ് സംബന്ധിച്ചാൽ ഒരിക്കലും അല്ലാഹു തആല വെറുതെ വിടൂല. ഒരു കാരണവശാലും അല്ലാഹു തആല ഇരു ലോകത്തും വെറുതെ വിടൂല. നമ്മൾ മനസ്സിലാക്കണം. പിതാവിന്റെയും വില നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവരുടെയും പൊരുത്തം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.